എല്ലാവർക്കും നമസ്കാരം. ഹായ്, എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഡോണേ ഹായ്. അപ്പോൾ നമ്മൾ അഴീക്കൽ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെറിയൊരു കാട് പോലുള്ള വഴി കൂടെ പോകുന്നത്. ആ വഴി കൂടെ പോയാണ് നമ്മൾ അടിപൊളി കിടപ്പുറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ വഴിയൊന്ന് കണ്ടാലോ? അങ്ങനെയുണ്ട്. നാട്ടിൽ കൂടെ കയറി നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ കാണുന്നത് ഇതുപോലുള്ള മനോഹരമായ ദൃശ്യമാണ്. അത്യാവശ്യം പൈൻ മരങ്ങളൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. മേലോട്ട് ഒരുപാട് വളർന്ന് താഴെ ശാഖകളൊക്കെ നല്ല വെട്ടമെല്ലാം പോവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എല്ലാവരുടെയും ഫാമിലി ആയിട്ട് നമ്മൾ വലിയഴിക്കൽ അല്ലേ, വലിയഴിക്കൽ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മളിന്ന് ഒരു എന്താ പറയുക ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ ഹട്ട് ഇല്ലല്ലേ, നമ്മുടെ ഒരു ടെൻ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടെൻറ്റ് ഞങ്ങളൊരു 6-7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടെൻ്റുണ്ട്. പിന്നെ ഒത്തിരി പിള്ളേർ നമ്മുടെ ഫാമിലികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ളൊരു ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ വീഡിയോയിൽ അല്ലേ കാണിച്ചു തരാം അല്ലേ, എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു നോക്കൂ. വീഡിയോ അങ്ങനെ തുടങ്ങാൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗംഭീര പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. സുനീഷളിയെ മാത്രമില്ല കേട്ടോ, സുനീഷളിൻ്റെ കുഞ്ഞിപ്പെണ്ണുണ്ട് ഇവിടെ. പക്ഷേ കുഞ്ഞിപ്പെണ്ണേ അച്ചാച്ചിക്ക് ഒരു ഹായ് പറഞ്ഞേ. അച്ചാച്ചിക്ക് ഒരു അമ്മച്ചിക്ക് ഒരു ഹായ്. നമ്മൾ ആദ്യം സവാള അരിഞ്ഞ് വൃത്തിയാക്കി കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് ഒക്കെ അടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ സവാള ആദ്യമേ റെഡിയാക്കാൻ പോവാണ്. അല്ലേ ചിക്കൻ ഒന്ന് കാണിച്ചല്ലേ. ജിമ്മി പോയ കോഴിയാ. അതുതന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചിക്കൻ 2 ടൈപ്പ് മസാല നമ്മൾ പച്ചക്കുരുമുളകുണ്ട്, അല്ലാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ സാധാ മസാല റെഡിയാക്കാൻ പോകും. അത് കഴിഞ്ഞതിന് ശേഷം പച്ചക്കുരുമുളക് കേട്ടോ. ഇതാണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണ്. നമ്മൾ മസാല പുരട്ടി വെക്കാൻ പോവാം. ഇത് നമ്മുടെ മസാല ഉണ്ടോ, ചിക്കനെ നല്ലപോലെ മസാല എല്ലാം പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ മസാല പുരട്ടി കുറേ സമയം ഇവിടെ വെച്ചേക്കണം. ഇവനൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി കുറച്ച് സമയം ഇവിടെ വെച്ചേക്കണം. നമ്മളൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പെട്ടെന്ന് കയറി പിടിക്കും, മസാല പിടിക്കാൻ വേണ്ടി. അത് ആ പീസും കൂടെ ഒഴിച്ചു, ആ ഒരു പീസും കൂടെ ഒഴിച്ചു. ഒരു നാരങ്ങ ഫുള്ള് നമ്മൾ നാരങ്ങയും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ നാരങ്ങയും കൂടെ നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നാരങ്ങയുടെ ഒരു ചെറിയ പുളി കിട്ടും. അതിനോടൊപ്പം തന്നെ മസാല പിടിക്കാൻ ഭയങ്കര എളുപ്പം പിടിക്കും നാരങ്ങ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങളുടെ മൾട്ടി ഇവിടെ പൂജ ചെയ്യുന്ന പോലെ ചെറിയ ഉണക്കക്കമ്പൊക്കെ ഓടിച്ചിട്ട് കത്തി കേട്ടോ. മൾട്ടി ഗണപതി ഹോമം ചെയ്യും കേട്ടോ. ഗണപതി ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കമ്പൊക്കെ ഓടിച്ചിട്ട് തന്ത്രി വന്നിരിക്കുകയാണ്. തന്ത്രി ബാഗിനകത്ത് സാധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ തന്ത്രി ഇതേ പൂജ ചെയ്യാൻ പോവാണ്. പൂജ ചെയ്ത് പ്രാർത്ഥിച്ച് പൂർവാധികം അങ്ങോട്ടുള്ള പരിപാടി നടക്കുന്നതാണ്. അർപ്പിച്ച് ഇനി തീ അണയത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. 2000 രൂപ കൊടുക്കണം. നമ്മളവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം 2 പീസ് വെക്കാം. പച്ചക്കുരുമുളക് ഓക്കെ അല്ലേ ഉള്ളിക്കൂട്ട. പച്ചക്കുരുമുളക് നമ്മളാണ് അടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. സെറ്റ് സാധനം ഇത് വന്ന് അടുത്ത് കാണിച്ചതാണ്. പച്ചക്കുരുമുളക് മിക്സിക്കകത്ത് അടിച്ചോണ്ട് വന്നതാണ്. ഇന്ന് നമ്മൾ അടുത്ത മസാല റെഡിയാക്കാൻ പോകുന്നത് ഓക്കെ. നമ്മളൊരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാല നാരങ്ങ നീര്. നമ്മുടെ ചിക്കൻ കഴിഞ്ഞ് പച്ചക്കുരുമുളക് നിർത്താൻ പോകുന്നു. പച്ചക്കുരുമുളക് അരച്ചത് ഇറച്ചി പിടിപ്പിക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് അപ്പോൾ മുട്ട പൊരിച്ച് ഉണ്ടാക്കാൻ പോകട്ടെ. മുട്ട പൊരിച്ച് പിന്നെ ചിക്കി ഉണ്ടാക്കാൻ പോവാണ്. റെഡിയാക്കാൻ പോവാണ്. മുട്ടയിൽ നിന്ന് പൊടിച്ചിടാൻ
ഞാൻ മുട്ട പൊരിച്ച് കഴിച്ചു. ഇനി വന്നേ, ഇനി വന്നേ കഴിക്കേ. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. ഇതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ കുക്കറി ഷോയില് ഇതാണ് നമ്മുടെ കരിഞ്ഞ കോഴിന്റെ പടം. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ ചിക്കൻ്റെ ഇവിടെ അൽഫാം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കഴിച്ച് ഇത് ഇവിടെ അസ്ഥി കൂടെ ആയിരിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു കിടു? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ അടുത്ത നമ്മുടെ പച്ചക്കുരുമുളക് റെഡിയാക്കി വരുന്നുണ്ട്. ഉടനെ തന്നെ വരും. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഋഷിയേ എങ്ങനെയുണ്ടടി? അപ്പോഴേ നമ്മുടെ പച്ചക്കുരുമുളകും നോർമൽ നമ്മുടെ അൽഫാം മസാല നമ്മൾ റെഡിയാക്കുന്നതുമായിട്ട് രണ്ടും ഇവിടെ അൽഫാം ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പച്ചക്കുരുമുളക് ഇരിപ്പുണ്ട്, രണ്ട് നോർമൽ മസാല ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ ആയിരുന്നു അല്ലേ? അടിപൊളി അൽഫാം ആയിരുന്നു. ശാന്തി, നമ്മുടെ അൽഫാം എങ്ങനെ ഉണ്ടായിരുന്നു? അൽഫാം സൂപ്പർ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? സൂപ്പർ വൈബാ, അടിപൊളി.